നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കുമ്പോഴും സംഘർഷം ഒഴിവാക്കാനുള്ള നയതന്ത്ര നീക്കങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ ശക്തമാകുകയാണ്. ഇറാന് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയ ശക്തമായ നാവിക ഉപരോധവും അതിനെ തുടർന്നുള്ള നീക്കങ്ങളുമാണ് ഇപ്പോൾ ആഗോള ശ്രദ്ധാകേന്ദ്രം. ഉപരോധം നിലനിൽക്കുമ്പോഴും ചൈനീസ് കപ്പൽ ഹോർമുസ് കടന്നതും ആണവ കരാറിൽ ഇരു രാജ്യങ്ങളും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നു എന്ന സൂചനകളും മേഖലയിൽ പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. ഇറാനെ സാമ്പത്തികമായും സൈനികമായും സമ്മർദ്ദത്തിലാക്കാൻ ലക്ഷ്യമിട്ട് അമേരിക്ക ഏർപ്പെടുത്തിയ നാവിക ഉപരോധം അതീവ ഗുരുതരമായ സാഹചര്യമാണ് ഹോർമുസ് കടലിടുക്കിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം 13 അത്യാധുനിക പടക്കപ്പലുകളാണ് അമേരിക്ക ഈ മേഖലയിൽ അണിനിരത്തിയിരിക്കുന്നത്. ഇതിന് പിന്തുണയുമായി യുദ്ധവിമാനങ്ങളും മേഖലയിൽ നിരീക്ഷണം നടത്തുന്നുണ്ട്. ലോകത്തെ എണ്ണ വ്യാപാരത്തിന്റെ പ്രധാന കവാടമായ ഹോർമുസിനെ നിയന്ത്രിക്കാനാണ് അമേരിക്കയുടെ നീക്കം. എന്നാൽ ഇത്രയേറെ സന്നാഹങ്ങൾ ഉണ്ടായിട്ടും ഇതുവരെ നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് ആശ്വാസകരമാണ്. ഇരു വിഭാഗവും അതീവ ജാഗ്രത പാലിക്കുന്നത് ഒരു വലിയ യുദ്ധം ഒഴിവാക്കാനുള്ള താല്പര്യം കൊണ്ടാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ സംഘർഷാവസ്ഥയ്ക്കിടയിലാണ് അമേരിക്കൻ ഉപരോധത്തെ വെല്ലുവിളിച്ച് ചൈനീസ് പതാക വഹിക്കുന്ന റിച്ച് സ്റ്റാരി എന്ന കപ്പൽ ഹോർമുസ് കടലിടുക്ക് വിജയകരമായി പിന്നിട്ടത്. അമേരിക്കയുടെ കടുത്ത ഉപരോധം നിലനിൽക്കുമ്പോൾ ചൈനീസ് കപ്പൽ എങ്ങനെ കടന്നുപോയി എന്നത് നയതന്ത്ര ലോകത്ത് വലിയ ചർച്ചയായിട്ടുണ്ട്. ചൈനയും ഇറാനും തമ്മിലുള്ള ശക്തമായ ബന്ധത്തിന്റെയും അമേരിക്കയുടെ ഉപരോധത്തോടുള്ള ചൈനയുടെ വിയോജിപ്പിന്റെയും സൂചനയായിട്ടാണ് ഇതിനെ കാണുന്നത്. സൈനിക നീക്കങ്ങൾക്കിടയിലും സമാധാന ശ്രമങ്ങൾ പിന്നാമ്പുറത്ത് സജീവമാണ്. മേഖലയിലെ പ്രധാന ശക്തികളായ പാകിസ്ഥാനും തുർക്കിയുമാണ് മധ്യസ്ഥ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത്. മധ്യസ്ഥ രാഷ്ട്രമെന്ന നിലയിൽ പാകിസ്ഥാൻ ഇറാനുമായും അമേരിക്കയുമായും നിരന്തര ആശയവിനിമയം നടത്തുന്നുണ്ട്. സംഘർഷം ലഘൂകരിക്കുന്നതിനും വെടിനിർത്തൽ നീട്ടുന്നതിനുമായി തുർക്കിയും സജീവമായി രംഗത്തുണ്ട്. ആണവ പദ്ധതികൾ മരവിപ്പിക്കുന്നത് സംബന്ധിച്ച് ക്രിയാത്മകമായ ചർച്ചകൾ നടക്കാനാണ് ഇപ്പോൾ സാധ്യത കാണുന്നത്. ആണവ വിഷയത്തിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള തർക്കങ്ങളിൽ ചില വിട്ടുവീഴ്ചകൾക്ക് സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ആണവ പദ്ധതികൾക്ക് 20 വർഷത്തെ മൊറട്ടോറിയം ഏർപ്പെടുത്തണമെന്നാണ് അമേരിക്കയുടെ ആവശ്യം. എന്നാൽ 10 വർഷം വരെ ആകാമെന്ന് ഇറാൻ സമ്മതിച്ചതായിട്ടാണ് വിവരം. ഇറാൻ കൈവശം വെച്ചിരിക്കുന്ന യുറേനിയം ശേഖരം വിട്ടുകൊടുക്കണമെന്നതാണ് മറ്റൊരു പ്രധാന തർക്കം. എന്നാൽ ഈ യുറേനിയം തങ്ങളുടെ സുരക്ഷയിൽ സൂക്ഷിക്കാമെന്ന വാഗ്ദാനവുമായി റഷ്യ രംഗത്തെത്തിയിട്ടുണ്ട്. ഇറാൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് ചൈനയിലെത്തി ഉന്നതതല ചർച്ചകൾ നടത്തിയത് ഇതിന്റെ ഭാഗമാണ്. ചൈനയുടെയും റഷ്യയുടെയും ഇടപെടൽ ഇറാന് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. യുറേനിയം ശേഖരം കൈമാറുന്ന കാര്യത്തിലും ആണവ പരീക്ഷണങ്ങൾ നിർത്തിവെക്കുന്നതിലും ഇരു വിഭാഗവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ മാത്രമേ മേഖലയിൽ ശാശ്വത സമാധാനം കൈവരൂ. ഇറാന് മേൽ അമേരിക്കയുടെ നാവിക ഉപരോധം ഒരു ഭാഗത്ത് മുറുകുമ്പോഴും മറുഭാഗത്ത് ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കാണാനുള്ള ശ്രമങ്ങൾ ലോകരാഷ്ട്രങ്ങൾ തുടരുകയാണ്. റഷ്യയുടെയും ചൈനയുടെയും പിന്തുണ ഇറാന് കരുത്തേകുമ്പോൾ പാകിസ്ഥാനും തുർക്കിയും മധ്യസ്ഥതയിലൂടെ യുദ്ധം ഒഴിവാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. വരും ദിവസങ്ങളിലെ നയതന്ത്ര നീക്കങ്ങൾ മിഡിൽ ഈസ്റ്റിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ നിർണായകമാകും. അടിയോ തിരിച്ചടിയോ ഇല്ലാത്ത ഇപ്പോഴത്തെ ശാന്തത വലിയൊരു ഉടമ്പടിയിലേക്കുള്ള മുന്നോടിയാണോ അതോ വരാനിരിക്കുന്ന കൊടുങ്കാറ്റിന് മുൻപുള്ളതാണോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. അതേസമയം ഇറാന്റെ ആണവമോഹങ്ങൾക്ക് കടിഞ്ഞാണിടാൻ ലക്ഷ്യമിട്ട് ഇസ്ലാമാബാദിൽ നടന്ന അമേരിക്ക ഇറാൻ ചർച്ചകൾ അനിശ്ചിതത്വത്തിലാകാൻ കാരണങ്ങളും പലതാണ്. ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണ പദ്ധതികൾ 20 വർഷത്തേക്ക് മരവിപ്പിക്കണമെന്ന അമേരിക്കയുടെ നിർദ്ദേശം ടെഹ്റാൻ തള്ളിയിരുന്നു. 5 വർഷം വരെ മാത്രമേ നിയന്ത്രണം അംഗീകരിക്കാനാകൂ എന്ന ഇറാൻ നിലപാടാണ് ചർച്ചകൾ വഴിമുട്ടാൻ പ്രധാന കാരണമായതെന്നാണ് ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായും നിർത്തലാക്കണമെന്ന ട്രംപ് ഭരണകൂടത്തിന്റെ മുൻ നിലപാടിൽ നിന്നുള്ള മാറ്റമായാണ് 20 വർഷത്തെ കരാർ നിർദ്ദേശത്തെ രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ പക്കലുള്ള ആണവ സാങ്കേതിക വിദ്യ തങ്ങൾക്കും അനിവാര്യമാണെന്ന വാദത്തിൽ ഇറാൻ ഉറച്ചു നിൽക്കുകയാണ്. നിലവിലെ തർക്കങ്ങൾക്കിടയിലും 12 വർഷത്തെ ഇടക്കാല കരാറിലേക്ക് ഇരുപക്ഷവും എത്തിയേക്കാമെന്ന് രാഷ്ട്രീയ നിരീക്ഷകനായ ഇയാൻ ബ്രമറും സൂചിപ്പിക്കുന്നു. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇതാദ്യമായാണ് അമേരിക്കയും ഇറാനും തമ്മിൽ ഇത്രയും ഉയർന്ന തലത്തിലുള്ള ഔദ്യോഗിക ചർച്ചകളും നടന്നത്. ഇസ്ലാമാബാദിലെ ലക്ഷറി സെറീന ഹോട്ടലിൽ നടന്ന ചർച്ചകളിൽ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും ഇറാനിയൻ സ്പീക്കർ മുഹമ്മദ് ബക്കർ കാലിബാഫും പങ്കെടുത്തു. സുരക്ഷാ കാരണങ്ങളാൽ ചർച്ചാമുറിയിൽ മൊബൈൽ ഫോണുകൾക്ക് നിരോധനം ഉണ്ടായിരുന്നു. ആണവ വിഷയത്തിന് പുറമെ ആഗോള ഇന്ധന വിതരണത്തിന്റെ പ്രധാന പാതയായ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തെ ചൊല്ലിയും ചർച്ചയിൽ കടുത്ത തർക്കമുണ്ടായി.